ഒരു ദിവസം വെറും 5 മിനിറ്റ് നിങ്ങളുടെ മനസ്സ് പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ ഓരോ രാത്രിയും നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില ചിന്തകൾ തന്നെയാണോ നിങ്ങളുടെ സാമ്പത്തിക ഭാവി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? മിക്ക ആളുകളും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അവസാനമായി ചിന്തിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടയ്ക്കാത്ത കടങ്ങൾ, നാളത്തെ ബില്ലുകൾ, തീർക്കാനുള്ള പ്രശ്നങ്ങൾ, നഷ്ടപ്പെട്ട അവസരങ്ങൾ, പണം പോരാ എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ഭയം. ഈ ചിന്തകളുമായി അവർ ഉറങ്ങുന്നു. പിറ്റേന്ന് അതേ ചിന്തകളുമായി എഴുന്നേൽക്കുന്നു. ദിവസങ്ങൾ മാറുന്നു, മാസങ്ങൾ മാറുന്നു, പക്ഷേ മനസ്സിന്റെ ദിശ മാറുന്നില്ല. ഉറങ്ങുന്നതിന് മുൻപുള്ള നിമിഷങ്ങൾ മനുഷ്യന്റെ മനസ്സിന്റെ വളരെ പ്രത്യേകമായ സമയമാണ്. മനഃശാസ്ത്രം പറയുന്നത് ആ സമയത്ത് തലച്ചോറ് പതുക്കെ വിശ്രമത്തിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ്. അതായത് ഉറക്കത്തിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ആ ദിവസത്തെ അനുഭവങ്ങളും വികാരങ്ങളും എല്ലാം ഓർമ്മയിൽ മനസ്സ് ക്രമീകരിക്കുന്നു. ആ പ്രക്രിയ ഉറങ്ങുന്നതിന് മുൻപാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി മനസ്സിൽ ആവർത്തിക്കുന്ന ചിന്തകൾ അടുത്ത ദിവസത്തെ വികാരങ്ങളായും ശ്രദ്ധയായും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ചിലർ ഉറങ്ങുന്നതിന് മുൻപ് മനസ്സിനെ മനഃപൂർവ്വം ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു അത്ഭുത വിദ്യയല്ല, വെറും 5 മിനിറ്റിൽ കോടീശ്വരനാകാനുള്ള രഹസ്യവുമല്ല. മറിച്ച് നിങ്ങളുടെ ചിന്തകളെ ഭയത്തിൽ നിന്ന് മാറ്റി സാധ്യതകളിലേക്ക് മാറ്റാനുള്ള ഒരു മാനസിക പരിശീലനമാണ്. ആദ്യമായി ഒരു കാര്യം മനസ്സിലാക്കണം. പണം എന്നത് വെറും നോട്ടുകളോ അക്കൗണ്ടിലെ സംഖ്യകളോ അല്ല. അത് തീരുമാനങ്ങളുടെ ഫലമാണ്, ശീലങ്ങളുടെ ഫലമാണ്, ശ്രദ്ധയുടെ ഫലമാണ്, മനോഭാവത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് മനസ്സ് മാറാതെ സാമ്പത്തിക ജീവിതം മാറുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയിൽ നിങ്ങൾ കിടക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുക: ഇന്ന് ഞാൻ പണവുമായി ബന്ധപ്പെട്ട ബുദ്ധിപൂർവമായ ഒരു തീരുമാനമെടുത്തോ? ആ തീരുമാനം എത്ര ചെറുതാണെങ്കിലും പ്രശ്നമില്ല. അനാവശ്യമായി വാങ്ങേണ്ട ഒരു സാധനം വാങ്ങാതിരുന്നതാകാം, പുതിയൊരു കഴിവ് പഠിക്കാൻ വേണ്ടി സമയം ചിലവഴിച്ചതാകാം, ഒരു ചെറിയ തുക നിങ്ങളുടെ ഭാവിക്കായി മാറ്റിവെച്ചതാകാം. പ്രധാനപ്പെട്ടത് തുകയാണ് എന്ന് ചിന്തിക്കരുത്, നിങ്ങളുടെ തിരിച്ചറിവാണ്. നിങ്ങളുടെ തിരിച്ചറിവ് തന്നെയാണ് സമ്പത്തായി മാറുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെൽഫ് ഐഡന്റിറ്റി എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. ഒരാൾ സ്വയം എങ്ങനെ കാണുന്നു എന്നത് അയാളുടെ ഭാവിയുടെ പെരുമാറ്റത്തെ ശക്തമായിട്ട് സ്വാധീനിക്കും. നിങ്ങൾ സ്വയം എപ്പോഴും പണം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാളായിട്ട് കരുതിയാൽ നിങ്ങളുടെ തീരുമാനങ്ങളും അതുപോലെയായി മാറും. എന്നാൽ ഞാൻ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് വിശ്വസിച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങളിലേക്ക് നയിക്കും. അടുത്തതായി, കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകമുള്ള സമൃദ്ധിയെ ഓർക്കാൻ ശ്രമിക്കൂ. ഇതിനെ ചില ആത്മീയ പാരമ്പര്യങ്ങൾ നന്ദിയുടെ പരിശീലനം എന്ന് പറയുന്നു. ഇത് നേരിട്ട് പണം ആകർഷിക്കുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ മനഃശാസ്ത്ര ഗവേഷണങ്ങൾ കാണിക്കുന്നത് നന്ദി പറയുന്നതിൻ്റെ പരിശീലനം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുമ്പോൾ ചിലരിൽ പോസിറ്റീവ് വികാരങ്ങളും അതായത് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യപ്പെടുന്നു എന്നാണ്. നന്ദി പറയുന്നത് പണം ഉള്ളതിനാൽ മാത്രമല്ല, നിങ്ങളുടെ കഴിവുകൾക്ക് നന്ദി പറയാം, ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ അതിന് നന്ദി പറയാം, നിങ്ങളെ സഹായിച്ച ആളുകൾക്ക് നന്ദി പറയാം, നിങ്ങൾ നേടിയ അനുഭവങ്ങൾക്ക് നന്ദി പറയാം. ഇവയെല്ലാം ഓർത്തെടുക്കുമ്പോൾ മനസ്സ് കുറവിൻ്റെ ഭാഷയിൽ നിന്ന് സമൃദ്ധിയുടെ ഭാഷയിലേക്ക് പതുക്കെ മാറും. അതിനുശേഷം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു ചെറിയ ദൃശ്യവൽക്കരണം, അതായത് ഒരു ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ജീവിതം എങ്ങനെയാകണമെന്ന് ചിന്തിക്കുക. പക്ഷേ വെറും പണത്തിൻ്റെ കൂമ്പാരം കാണുക എന്നതല്ല, ആ പണം നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം കാണുക, കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയം കാണുക, കടമില്ലാത്ത സമാധാനമായിട്ട് ജീവിക്കുന്ന ചിത്രം കാണുക, മറ്റുള്ളവരെ സമ്പത്ത് നൽകി സഹായിക്കുന്നത് കാണുക. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ചിലർ പറയുമ്പോൾ ഇങ്ങനെ ഉദ്ദേശിക്കാറുണ്ട്, അതായത് ദൃശ്യവൽക്കരണം മനസ്സിന്റെ പുതിയ സാധ്യതകളിലേക്ക് തുറക്കുമെന്ന്. ഇത് ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ശാസ്ത്രീയമായി ഉറപ്പിച്ച സാമ്പത്തിക നിയമമല്ല. എന്നാൽ പെരുമാറ്റ മനഃശാസ്ത്രത്തിൽ ലക്ഷ്യങ്ങൾ വ്യക്തമായി മനസ്സിൽ സൂക്ഷിക്കുന്നത് നമ്മുടെ ശ്രദ്ധയെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാമെന്ന് കാണിക്കുന്ന പഠനങ്ങളുണ്ട്. ഇനിയൊരു ചെറിയ കാര്യം ചെയ്യൂ. നാളെ രാവിലെ എഴുന്നേറ്റാൽ പണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി മനസ്സിൽ തീരുമാനിക്കുക. അത് ഒരു വലിയ കാര്യമാകണമെന്നില്ല. ഒരു ചെലവ് രേഖപ്പെടുത്തുക, ഒരു പുസ്തകത്തിന്റെ 10 പേജ് വായിക്കുക, ഒരു പുതിയ ബിസിനസ് ആശയം എഴുതി വെക്കുക, ഒരു നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കുക, ഒരു കഴിവ് പരിശീലിക്കുക. ഒരു ചെറിയ തീരുമാനമാണ് രാത്രിയുടെ ചിന്തയെ പിറ്റേന്നത്തേക്കുള്ള പ്രവൃത്തിയാക്കി മാറ്റുന്നത്. പലരും ചിന്തിക്കുന്നു, വളരെ കുറച്ചു പേർ പ്രവർത്തിക്കുന്നു. ഈ വ്യത്യാസം കാലക്രമേണ സാമ്പത്തിക ജീവിതത്തിലും വലിയ വ്യത്യാസം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയത്തോടെ ഉറങ്ങുന്ന രാത്രികൾക്ക് ശേഷം രാവിലെ ഉന്മേഷം കുറവായിരിക്കും.
പ്രതീക്ഷയോടെ ഉറങ്ങുന്ന രാത്രികൾക്ക് ശേഷം പലർക്കും പുതിയ ഊർജ്ജം അനുഭവപ്പെടും. ഇത് വെറും ആത്മീയ ആശയമല്ല, വികാരങ്ങളും ഉറക്കത്തിന്റെ ഗുണനിലവാരവും അടുത്ത ദിവസത്തെ ശ്രദ്ധയെ തീരുമാനിക്കുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. ധനികരായ പലരുടെയും ജീവിതം പഠിക്കുമ്പോൾ ഒരു കാര്യം കാണാം. അവർ രാത്രിയെ വെറുതെ അവസാനിപ്പിക്കാറില്ല. ദിവസങ്ങളെ വിലയിരുത്തും, നാളത്തെ പദ്ധതി മനസ്സിലുറപ്പിക്കും, വികാരങ്ങളെ ശാന്തമാക്കും. ഇതെല്ലാം ധനികരും ചെയ്യുന്ന ശീലമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ വിജയകരമായ പലരിലും ഇത്തരം പ്രതിഫല ശീലങ്ങൾ കാണാൻ സാധിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം ആദ്യം അക്കൗണ്ടിലല്ല ജനിക്കുന്നത്, അത് ശീലങ്ങളിൽ നിന്നാണ്. ഓരോ രാത്രിയും മനസ്സിൽ വിതയ്ക്കുന്ന ചെറിയ വിത്തുകൾ വർഷങ്ങൾക്ക് ശേഷം വലിയ വൃക്ഷമായി മാറും. അതുകൊണ്ട് 5 മിനിറ്റിനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഈ 5 മിനിറ്റ് നിങ്ങളുടെ ഭയത്തെ വളർത്താൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ബെറ്ററാക്കാൻ കഴിയും. അത് നിങ്ങൾ എങ്ങനെയാണ് അവസാന 5 മിനിറ്റ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ശക്തമാക്കാനും കഴിയും. അവസാനം ഒരു കാര്യം ഓർക്കുക, രാത്രിയിലെ ഈ പരിശീലനം ഒരു മാന്ത്രിക രഹസ്യമല്ല. വെറും ചിന്ത കൊണ്ട് പണം ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന് വിശ്വസിക്കേണ്ടതില്ല. എന്നാൽ വ്യക്തമായ ചിന്തകൾ മികച്ച തീരുമാനങ്ങളിലേക്ക് നയിക്കാം. മികച്ച തീരുമാനങ്ങൾ സ്ഥിരമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാം. സ്ഥിരമായ പ്രവർത്തനങ്ങൾ കാലക്രമേണ സാമ്പത്തിക സമൃദ്ധിയുടെ അടിത്തറ പണിയും. ഈ അടിത്തറയുടെ അടിസ്ഥാനം രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള ചിന്തകളാണ്. അതിനാൽ നിങ്ങളുടെ ചിന്തകളെ സമൃദ്ധിയിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രം ഉറങ്ങുക.